ബി.ജെ.പി. വനിതാ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. രാജ്യം കണ്ടൊരുതമ്മാടിയെ കൂട്ടുനിന്നവരാരായാലും വനിതാ സംവരണ ബില്ല് പാസാക്കാൻ അനുവദിക്കാത്ത ഇന്ത്യ മുന്നണിക്കെതിരെയും അരിയല്ലൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയ സൈബർ ക്രിമിനലിനെതിരെ വനിതാ കമ്മീഷൻ പ്രത്യക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി.ജെ.പി. അരിയല്ലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച വനിതകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം അരിയല്ലൂർ ജംഗ്ഷൻ പരിസരത്ത് സമാപിച്ചു. പിന്നീട് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നു. വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കി 33% വരുന്ന ആ കസേരകളിലേക്ക് ഇനി ആ കസേരയ്ക്ക് ഇരിക്കാമെന്ന് ഈ നാട്ടിലെ ലീഗുകാരനും കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മഹിളകളില്ലാതെ അവരെ ചവിട്ടിത്തൊളിച്ച് താഴെ ഇരിക്കാമെന്ന് കരുതണ്ട എന്ന ഓർമ്മപ്പെടുത്തലുമായി നരേന്ദ്രമോദി സഹോദരിമാരെ സംരക്ഷിച്ചുകൊണ്ട് ആ ബില്ല് പാസാക്കി. ആ ബില്ല് ഇപ്പൊ നിയമസഭ പാർലമെന്റിലുമുള്ള സംവരണ ബില്ല് പാസ്സായി കിടക്കുകയാണ്. പക്ഷെ നടപ്പിലാക്കാൻ വേണ്ടി പോകുമ്പോ ഏതായാലും ഒരു മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. നാട്ടിൽ ഇപ്പോൾ ഉള്ള സീറ്റിൽ 1/3 കൊടുക്കണം. അതിനേക്കാൾ ഒരു വലിയ പ്രശ്നം വെച്ചാൽ നാട്ടിൽ ഇങ്ങനെ വോട്ട് കൂടുകയാണ്. വോട്ടർമാർ കൂടെ ജനസംഖ്യ കൂടുകയാണ്. കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വാർഡിൽ നമ്മൾ എന്താ ചെയ്തത്? പഞ്ചായത്ത് സഭ വാസുവേട്ടൻ ഇവിടെ ഉണ്ട്. വാസുവേട്ടൻ നേരത്തെ മെമ്പറാണ്, എസ് മെമ്പറാണ്, എനിക്കറിയാം. കുറെ കാലങ്ങളായിട്ട് ഇവരൊക്കെ മാറിയൊക്കെ ഇവിടെ മെമ്പർമാരായിരുന്നവരാണ്. തുടർന്ന് ചേർന്ന യോഗത്തിൽ മോനിഷ വി സ്വാഗതം പറഞ്ഞു. വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് സുകേഷ് ദേവ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗങ്ങളുമായ രവി തേലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ, എം.ഡി. സുനിൽ ബാബു, എം. പ്രേമൻ മാസ്റ്റർ, പീതാംബരൻ പാലാട്ട് എന്നിവർ സംസാരിച്ചു. പരപ്പനാടൻ പൾസ്.